പിതാവാം ദൈവത്തിന്റെ ഇഷ്ടം എന്നിലേക്കും നിങ്ങളിലേക്കും നൽകപ്പെട്ടിരിക്കുന്നത് ദൈവ വചനത്തിന്റെ ആഴങ്ങളിലൂടെ. പിതാവാം ദൈവത്തിന്റെ ഇഷ്ടം. ഈ വചനത്തെ നിങ്ങൾ പ്രമാണിക്കുന്നുവെങ്കിൽ, ഈ വചനത്തെ നിങ്ങൾ കൈക്കൊള്ളുന്നുവെങ്കിൽ, ഈ വചനപ്രകാരം നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരാണ്? എന്റെ വീട്ടിൽ. ഇത്ര വലിയ സ്ഥാനമാണ്, എത്ര വലിയ സ്ഥാനമാണ്. അമ്മ മറിയത്തോട് ചേർന്നുള്ള ഒരു മറ്റൊരു സംഭാഷണമാണ് വേദപുസ്തകത്തിൽ. അതാണ് രണ്ടാമത്തെ ചിന്തയായി പറയുന്നത്. അവൻ എന്ത് പറയുന്നു നിങ്ങളത് ചെയ്യും. അവൻ പറയുന്നത് നിങ്ങൾ പിതാവാം ദൈവത്തിന്റെ ഇഷ്ടം, ദൈവവചനം പ്രമാണിച്ച് അതിൽ ജീവിക്കണം. എന്നാൽ നിങ്ങൾ എൻ്റെ വീട്ടുകാരൻ. എന്നാൽ നിങ്ങൾ എൻ്റെ വീട്ടുകാരൻ. ആരാണ് വീട്ടുകാരൻ? ആരാണ് വീട്ടുകാരൻ? ഒരു കുഴിയിൽ ചാകാൻ നടക്കുന്ന സുഹൃത്തുക്കളെ വീട്ടുകാരെന്ന് വിളിക്കുമോ? ഇല്ലല്ലോ.